61 ലോക്ക്, 55 ആണ് ട്രൂ സ്പീഡ്. ചേതക്ക് പെറ്റിട്ട പോലെ ഉണ്ട്. 2.5 കിലോവാട്ടിൻ്റെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യണത്. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഏറ്റവും പുതിയ ചേതക്കിൻ്റെ 25 C2501 എന്ന് പറഞ്ഞൊരു മോഡൽ നമുക്ക് കാണാം. അവരുടെ പുതിയൊരു എൻട്രിയാണ്, പുതിയൊരു സെഗ്മെൻ്റ് എന്ന് വേണേൽ പറയാം ചേതക്കിൻ്റെ ബ്രാൻഡിൽ. കാര്യം ചെറിയ വണ്ടിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, കാണാൻ കുറച്ച് രസമൊക്കെ ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്, നല്ല മത്താപ്പ് കളറ്, പൂക്കുറ്റീസ് കളറൊക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാണ്ട് എല്ലാവർക്കും ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു വണ്ടിയാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇതിന് ചെറിയൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. നമുക്ക് വണ്ടി കിട്ടി, കുറച്ച് ദൂരെ ഓടിക്കാൻ പറ്റുള്ളൂ, അധികം സമയമില്ല, എന്നാലും കിട്ടിയ ദൂരെ ഓടിച്ച് നമുക്കിതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടോ. ഫ്രണ്ടിൽ ആ ഒരു ഹോഷ് ഷൂ കൈൻഡ് ഓഫ് ആ ഒരു DRL, അതുകൂടാണ്ട് LED ഇൻഡിക്കേറ്റേഴ്സ്. ഫ്രണ്ടിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പുറത്തൊന്നും കാണില്ല കേട്ടോ. നല്ല ഒതുങ്ങിയ ഡിസൈനാണ്, ഫുൾ മെറ്റൽ ബോഡിയാണ് ഈ ഒരു ചേതക്കിന് അവർ കൊടുത്തേക്കണത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടിയുടെ വെയിറ്റ് തന്നെ 108 കിലോ ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് അവർ പറഞ്ഞേക്കണത്. അത്യാവശ്യം ഫുട്ബോളിൻ്റെ അവിടെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുട്ബോളിൻ്റെ അവിടെ 2.5 kWh ബാറ്ററിയാണ്, അതാണ് C2501 എന്നുള്ള പേര് കൊടുത്തേക്കണ. അതുകൂടാണ്ട് ചേതക് 3501 എന്നൊക്കെ പറയുമ്പോൾ 3.5 kWh, 4001 എന്ന് പറയുമ്പോൾ 4 kWh ബാറ്ററി. അങ്ങനെയാണ് ആ പേരിൻ്റെ സെറ്റപ്പ്. അതുകൂടാണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് നോക്കുമ്പോൾ 170 mm ആണ്, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് താഴെ ബാറ്ററി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൊരു മെറ്റൽ ഷീറ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഫോർ ബെറ്റർ പ്രൊട്ടക്ഷൻ എന്നാണ് ബജാജ് ക്ലെയിം ചെയ്യണത്. ഹബ്ബ് മോട്ടറാണ്, 2.5 കിലോവാട്ടിൻ്റെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യണത്. അതും 62 Nm ഓഫ് ടോർക്കും 110 Nm പീക്ക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണ ഒരു മോട്ടറാണ് നമുക്ക് കാണാൻ പറ്റുക. അത്യാവശ്യം പില്ലിനെ ഇരുത്തി നല്ല കയറ്റം, കുത്തനെ കയറ്റമൊക്കെ കയറുമെന്നാണ് ബജാജ് ക്ലെയിം ചെയ്തേക്കുന്നത്. നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് 12 ഇഞ്ചിൻ്റെ വീൽസാണ്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും റിയൽ ഡ്രം ബ്രേക്സാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലൊരു ഐസ് ക്യൂബ് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ടെയിൽ ലാമ്പ് കാണാം വിത്ത് ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ്. താഴെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കുട്ടി വണ്ടിയാണ്, കുട്ടി വണ്ടി എന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രേ ഉള്ളൂ. 108 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ്. തന്നെ 768 mm ആണ് സീറ്റ് ആയിട്ട്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. ഈസി, കാല് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഓടിച്ചു കിടക്കാം. പിന്നെ റിവേഴ്സ് മോഡ് കിട്ടണമെങ്കിൽ എക്സ്ട്രാ 3000 രൂപ കൊടുക്കണം. കാര്യം ഇതിൻ്റെ ടെക് പാക്കിലാണ് നമുക്ക് സ്പോർട്ട് മോഡ് കിട്ടുന്നത്, റിവേഴ്സ് മോഡ് കിട്ടുന്നത്. അതുകൂടാണ്ട് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയിൽ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യണത്, മ്യൂസിക് പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ. ഈ 91,399 റുപ്പീസിന് നിങ്ങൾക്ക് ആ ടെക് പാക്ക് കിട്ടില്ല. അതായത് റിവേഴ്സ് മോഡ് ഉണ്ടാവില്ല, നമുക്ക് സ്പോർട്ട് മോഡ് ഉണ്ടാവില്ല. അപ്പോൾ സ്പീഡ് 45 വരെ ആയിരിക്കും km/h ആണ് സ്പീഡ്. സ്പോർട്ട് മോഡിലാണ് 55 km/h ടോപ്പ് സ്പീഡ് കിട്ടാൻ പോണത്. സ്പോർട്ട് മോഡിലാണ്, എക്കോ മോഡിലാണ് 95, ഞാൻ സ്പോർട്ടിലേക്ക് ഇട്ട 91 ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓടിക്കുമ്പോൾ സംസാരിക്കാൻ. ബാറ്ററി 99% ആണ് ചാർജ് ഉള്ളത്. ഓഡോമീറ്ററിൽ 16 km ആണ് വണ്ടി ഓടിയേക്കണം. ഓക്കെ, ആൻഡ് സ്വിച്ച് ഗിയേഴ്സൊക്കെ ബേസിക് സ്വിച്ച് ഗിയേഴ്സ്, ഹോണ്, ഇൻഡിക്കേറ്റർ, ഡിമ്മ്, ബ്രൈറ്റ്, മോഡ്. ഇവിടെ നമുക്ക് റിവേഴ്സ് ഇട്ടാൽ പയ്യെ ബാക്കിലോട്ടു, ദാറ്റ് ഈസ് റിവേഴ്സ് മോഡ്. ഡ്രൈവ് മോഡ്, പിന്നെ ന്യൂട്രൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓഫ്, മോട്ടറായിട്ട് ഒരു ബന്ധമില്ല, കണക്ഷനൊക്കെ ഓഫ് ചെയ്യാൻ. അത് ബെറ്റർ എനിക്ക് തോന്നുന്നു. റിവേഴ്സ് മോഡ് ടെക് പാക്ക് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂട്രലൊക്കെ ഇട്ടാൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ട് കിടക്കാം. അതാണ് സെറ്റപ്പ്. പിന്നെ ബൂട്ട് സ്പേസ് കാണിച്ചു തരാം. ഫ്രണ്ടിലും ഒരു ഹുക്ക് നമുക്ക് കാണാൻ പറ്റും. അത് കൂടാണ്ട് ഇവിടെ 2 പോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ചാർജർ ഉണ്ട് കേട്ടോ. ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടോ, ഒരു ഫോൺ ചാർജിങ് സെറ്റപ്പ് ഉണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ അകത്ത് 25 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. സീറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതാണ് നമ്മുടെ ചാർജിങ് സെറ്റപ്പ് കേട്ടോ. 750 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഈ വണ്ടിയിൽ അവർ കൊടുത്തേക്കണത്. സോ ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം, പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാം. കാര്യം ഇത് 55 km സ്പീഡിലേ പോവുള്ളൂ ഒന്ന്. അതുകൂടാണ്ട് നമുക്ക് ഇതധികം നേരമില്ല, അതാണ് അടുത്ത കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ ഒന്ന് കുറച്ച് നേരം ഓടിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ സ്പോർട്ട് മോഡിലാണ്, അല്ല ഇപ്പോൾ എക്കോ മോഡിലാണ് ഇട്ടേക്കണത്. എക്കോ മോഡിൽ എനിക്കൊരു വലിയൊരു പ്രശ്നം ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേട്ടാ. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റോപ്പിലല്ലേ, സ്റ്റാൻഡ് സ്റ്റില്ലാണ്, ഹിൽ ഹോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ കൈ കൊടുത്തോ, ഞാൻ തിരിച്ചിട്ടാ, അനങ്ങിയിട്ടില്ല, പിന്നെ എന്തേ പയ്യെ അനങ്ങി തുടങ്ങിയിട്ടുള്ളൂ. അറ്റെത്തിയാലേ അനങ്ങി തുടങ്ങുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പയ്യൊക്കെ വളയ്ക്കൂലേ, ഇവിടെ ഒന്നും ത്രോട്ടിലില്ല, കണ്ട ഈ ഭയങ്കര പ്ലേ ഉള്ള പോലെ. പക്ഷേ ഇത് നിങ്ങൾ 3000 രൂപ അങ്ങോട്ട് കൊടുത്ത് ടെക് പാക്ക് എടുത്തു എന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്പോർട്ട് മോഡ് കിട്ടും. സ്പോർട്ട് മോഡിലതേ കണ്ട ചെറിയ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 91,399
999 മാത്രമല്ല, പ്ലസ് ഒരു 3000 രൂപ കൊടുത്താൽ ഇത് കിട്ടും. അതുകൂടാണ്ട് പിന്നെ ഒരു 6000 രൂപയും കൂടി കൊടുത്താൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് വാറൻറ്റി കിട്ടും. അതായത് 5 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ എക്സ്റ്റെൻഡഡ് വാറൻറ്റി കിട്ടും. പിന്നെ സെൻട്രൽ സ്റ്റാൻഡിന് 900 രൂപ, സൈഡ് സ്റ്റാൻഡിന് 650 രൂപ. അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൺ ടൈം പേയ്മെൻ്റ് ആട്ടോ ഇതെല്ലാം. 2 പ്രാവശ്യം ഒന്നും പേ ചെയ്യണ്ട, ഒറ്റ പ്രാവശ്യം പേ ചെയ്താൽ മതി, പരിപാടി തീരും കേട്ടോ, അവിടെ തീരും. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് കാര്യം. പിന്നെ ഇത് മെയിനായിട്ട് നോക്കാൻ പോയാണ്ടല്ലോ, ഇത് കൂടുതൽ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ വുമൺ റൈഡേഴ്സിനായിരിക്കും ഇത് കുറച്ചും കൂടെ ബെറ്റർ. റൈഡേഴ്സ് മാത്രമെന്ന് പറയില്ല ഞാൻ, നമ്മുടെ വീട്ടമ്മമാർ അല്ലെങ്കിൽ ഡെയിലി ഓഫീസിൽ പോകാനും പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും അങ്ങനത്തെ ഒരു സ്കൂട്ടറായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഒരിക്കലും ഇത് എന്താ പറയുക, നമുക്കൊരു ഡെയിലി കമ്മ്യൂട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര അടുത്തൊക്കെയാണ് നമ്മുടെ ഓഫീസെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. മനസ്സിലായി? ചെറിയ സ്കൂട്ടറില്ലേ, നമുക്ക് ചെറിയ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സ്കൂട്ടർ. ആ ഒരു രീതി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പവറും ഉണ്ട്. പിന്നെ ആ 2 പേരെ ഇരുത്തി വലിക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. നമ്മളിപ്പോൾ മോഡ് മാറ്റിയിട്ട് സ്പോർട്ട് മോഡിൽ ഇടുവാണെങ്കിൽ നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യട്ടോ. ആ ഒരു 64 Nm ഓഫ് ടോർക്കാണ് പറയണത്. പീക്ക് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 110 അല്ലെങ്കിൽ 114. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ടോപ്പ് സ്പീഡ് 55 പറഞ്ഞാലും എനിക്ക് 61 വരെയൊക്കെ നമ്മുടെ സ്കൂട്ടർ എത്തുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കയറുമായിരിക്കും, നോക്കാം കേട്ടോ. 55 കഴിഞ്ഞാൽ 56 അങ്ങനെ കയറും പയ്യെ. ചെറിയ ഇറക്കം കൂടെ ഉണ്ട്, എന്നാലും 61ലാണ് ലോക്ക്, 55 ആണ് ട്രൂ സ്പീഡെന്ന് തോന്നുന്നു. ഇത് വല്ല സ്പീഡ് ആയിരിക്കും. 61 കേട്ടോ, 61 മേളിലോട്ട് പോവില്ല. അപ്പോൾ 55 ആണ് ട്രൂ സ്പീഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം വേണം അവർക്ക് കൊടുക്കാമായിരുന്നു. ബ്രേക്സ് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ നമ്മൾ തന്നെ പിടിക്കണം. ഇതിപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലിയാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ പിടിക്കണം, ഫ്രണ്ടും ബാക്കും ഒന്നിച്ച്. അല്ലാണ്ട് ബാക്കി സ്കൂട്ടറിൽ വന്ന പോലെ ഒരു കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയേനെന്ന് എനിക്ക് തോന്നി. അത് കൂടാണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര സ്റ്റേഡി ബോഡിയാണ്, അതായത് ഫുൾ മെറ്റൽ ബോഡിയാണ് ഇതിന് കൊടുത്തേക്കണത്. എവിടെയും വെച്ചൊരെണ്ണം പൂശിയാലോ, അവിടെ പൂശാം. അപ്പോൾ ബ്രേക്സ് കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ കൊള്ളാം, പക്ഷേ ഇത് രണ്ടും കൊള്ളാം, നല്ല ബ്രേക്ക് ഉണ്ട്. കാര്യം 55 km സ്പീഡ് വരെ പോവുള്ളൂ. അതുകൂടാണ്ട് അതിനുള്ള ബ്രേക്ക് നമുക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ഈ ഒരു സ്കൂട്ടറിനുണ്ട്. പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്, നല്ല ലോങ് 600 mm ലോങ് സീറ്റാണ്. അയ്യോ, ഈ സ്ഥലം കൊള്ളാം. പിന്നെ ക്ലസ്റ്റർ അത്യാവശ്യം നല്ല വിസിബിളാണ്, നല്ല ബ്രൈറ്റ് സൺലൈറ്റിലും നല്ല അടിപൊളിയായിട്ട് വിസിബിളാണ്. ഇവിടെ നമുക്ക് ചാർജ് എത്ര ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇവിടെ നമ്മൾ എത്രത്തോളം പവർ യൂസ് ചെയ്യേണ്ടെന്ന് ആക്കുമ്പോൾ ആ പവർ യൂസേജ് നമുക്ക് കണ്ട്. നെക്സ്റ്റ് സസ്പെൻഷൻ നല്ല ഹാർഡ് സസ്പെൻഷനാണ്. ഞാൻ ഇതിന് കുറച്ചും കൂടെ സോഫ്റ്റർ സസ്പെൻഷനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ വെയ്റ്റിന് ഈ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. എനിക്ക് തോന്നുന്നു ബാക്കി ഒരാൾ ഇരുന്നാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് സസ്പെൻഷൻ. പിന്നെ നമുക്ക് ന്യൂട്രൽ മോഡ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. കാര്യം ഇതിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. ഒന്നെങ്കിൽ കീ ഓഫ് ചെയ്യണം, ചില വണ്ടികൾക്ക് കിൽ സ്വിച്ച് ഉണ്ടാവും, മറ്റേ മോട്ടറിൽ നിന്ന് ഫുൾ കട്ട് ചെയ്യാൻ. ഇതിന് ആ ഒരു ന്യൂട്രൽ ബട്ടണാണ് ഒരു കിൽ സ്വിച്ചിന് പകരം അവർ കൊടുത്തേക്കണേ. അത് എനിക്ക് ഇഷ്ടമായി. ചില സ്കൂട്ടറിന് നമ്മൾ നേരെ പോയി കീ ഓഫ് ചെയ്യണം, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇവിടെ അതിന് പകരം നമുക്ക് ജസ്റ്റ് ആ ന്യൂട്രൽ ബട്ടണിലേക്ക് ഞെക്കിയാൽ നമുക്ക് ആ വണ്ടിയും മോട്ടർ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കോളൂ. പിന്നെ ഓടിക്കാനൊക്കെ വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും എടുത്ത് ഓടിക്കാം. അത് ഞാൻ പറഞ്ഞു, ഒരു ബിഗിനറിനായാലും ഓടിക്കാം. അതുകൊണ്ട് വണ്ടി ഒട്ടും ഓടിക്കാൻ അറിയില്ലാത്തവർക്ക് ഓടിക്കാം, ഈസി ആയിട്ട് കാലെത്തും. വലിയ വെയിറ്റ് ഇല്ല, 108 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. ഫുൾ മെറ്റൽ ബോഡി ആയതുകൊണ്ട് കേട്ടോ. ഒരു കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിരുന്നെങ്കിൽ പിന്നെയും ചിലപ്പോൾ 100 കിലോയ്ക്ക് താഴെ എത്തിയേനെ. ബട്ട് ചേതക്ക് എപ്പോഴും മെറ്റൽ ബോഡിയാണ് അവർ കീപ്പ് ചെയ്തേക്കണേ. ചേട്ടാ ചേതക്കാണ് ഇടിച്ച ബോഡി, കയ്യിൽ സ്റ്റീൽ ഇടേണ്ടി വരും. അതുപോലെ അപ്പോൾ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഓടിക്കാം കേട്ടോ. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ആർക്ക് വേണമെങ്കിലും എടുത്ത് ഓടിക്കാം, സുഖമായിട്ട് കൊണ്ട് നടക്കാം. പിന്നെ ഇതിന് ഓൾറെഡി റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ കൈ വിടുമ്പോൾ തന്നെ വണ്ടി ചെറുതായിട്ട് തന്നെ ഒന്ന് ബ്രേക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൈ വിട്ട് അപ്പം തന്നെ കണ്ടോ ഒരു ബ്രേക്കിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ റീജനറേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അത് ഇവിടെ എഴുതിയൊന്നും കാണിക്കുന്നില്ല. സ്റ്റോറേജ് സ്പേസ് 25 ലിറ്റേഴ്സ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസാണ്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് അതിനകത്ത് ഇരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു നോർമൽ ഫുൾ ഫേസ് ഹെൽമെറ്റ് അതിനകത്ത് ഇരിക്കും. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നമുക്ക് കോൾ ആക്സെപ്റ്റ് ചെയ്യാം, ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇല്ല, മ്യൂസിക് പ്ലേ ചെയ്യാം, കോൾ ആക്സെപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ റിവേഴ്സ് മോഡും ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തേക്കണത്. ബജാജ് പറഞ്ഞേക്കണേ ഇത് ഞങ്ങൾ കൂടുതലും വുമൺ റൈഡേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഈ വണ്ടി ഇറക്കുന്നത്. വുമൺ റൈഡേഴ്സ് എന്ന് ഉദ്ദേശിച്ച് ജെൻ സി പിള്ളേർ മാത്രമല്ല കേട്ടോ, അത് കൂടാണ്ട്
ബജാജിൻ്റെ ഇവിടെ ഉണ്ടോ? ജെൻസി പിള്ളേർ മാത്രമല്ല, അത് കൂടാണ്ട് നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ ഡെയിലി ജോലിക്ക് പോണ ചേച്ചിമാർ, വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഒരു 10 കിലോമീറ്ററൊക്കെയാണ് ജോലിക്ക് പോണ ഡിസ്റ്റൻസ് ഉള്ളൂങ്കിൽ അവർക്കൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. കാര്യം ഇത് വലിയ സ്പീഡ് കയറില്ല. അപ്പോൾ കൈ കൊടുത്താൽ തന്നെ അയ്യോ പേടിക്കുന്ന പവർ. സാധാരണ ഇലക്ട്രിക് എന്ന് വെച്ചാൽ കൈ കൊടുത്താൽ തന്നെ ആൾക്കാരെ പേടിപ്പിക്കും. അങ്ങനത്തെ ആ ഒരു പേടിപ്പിക്കുന്ന പവറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഗ്രാജുവലായിട്ട് തന്നെയാണ് വണ്ടി കയറുന്നത്. അതുകൂടാണ്ട് നമ്മൾ എക്കോ മോഡിൽ ഇടുവാണെങ്കിൽ ആ ഒരു ത്രോട്ടിൽ എനിക്ക് അപ്ഡേറ്റിൽ വരേണ്ടതാണ്. അത് ഭയങ്കര ശോകമാണ്. കാര്യം ഞാൻ പയ്യൊക്കെ വിളയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ത്രോട്ടിൽ അത് നമ്മൾ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളവർക്കൊക്കെ ആദ്യമൊക്കെ ഓടിക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും, ഒരു ലാഗ്, ത്രോട്ടിലിന് ഒരു ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. വേണ്ടോ ആ ചെറിയ ഗട്ടർ വരെ ചാടുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ കൈയും കാര്യങ്ങളൊക്കെ വൈബ്രേറ്റ് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചേതക്ക് ഏറ്റവും അടിപൊളിയായിട്ട് സെയിൽ നടത്തുന്ന ഒരു വണ്ടി തന്നെയാണ്. കാര്യം അവരുടെ സർവീസ് നെറ്റ്വർക്ക് കുറേ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് കുറേ സർവീസ് സെൻറ്ററും കുറേ സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബ്രാൻഡാണ് ബജാജിൻ്റെ. അപ്പോൾ ഓബിയസ്ലി ചേതക്ക് ഈസ് ഓൾസോ എ ഗ്രേറ്റ് സ്കൂട്ടർ. പിന്നെ ഷോർട്ട് റൈഡാണ്. പിന്നെ ഈ വണ്ടി എനിക്ക് തോന്നല് ആരുടെ പറന്നു പോയേ. അപ്പോൾ ഷോർട്ട് റൈഡാണ്. നമുക്ക് ആകെ ഒരു കൂടി വന്നൊരു 10 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും. അത്രയും 10-15 കിലോമീറ്റർ നമുക്ക് അതിനുള്ള സമയം തന്നിട്ടുള്ളൂ. അതിൽ അവർ നിങ്ങൾ വണ്ടി തിരിച്ച് തന്നെ എന്നാണ് പറഞ്ഞേക്കുന്ന. കാര്യം കുറേ പേരുണ്ട്, ഇന്നിവിടെ ഇലക്ഷനാണ്. അപ്പോൾ അധികം നേരം നമുക്ക് ഇത് ഓടിച്ച് കളിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഈ വണ്ടീനെ പറ്റി. ബാക്കി നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. 91,399 ആണ് എക്സ് ഷോറൂം പ്രൈസ്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, വേറെ വേരിയൻ്റ് ഒന്നുമില്ല. ടെക് പാക്ക് ആഡ് ചെയ്യുമ്പോൾ 3000 രൂപ എക്സ്ട്രാ കയറും. റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്, അത് ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസ കയറും. പിന്നെ നമ്മുടെ എക്സ്റ്റൻഡ് വാറണ്ടി 6000 രൂപ കൊടുത്താൽ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഓരോ സാധനങ്ങൾ ആഡ് ചെയ്ത് ഇത് ഏകദേശം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 1.20 ആ ഒരു റേഞ്ച് ആയിരിക്കും ഈ ഒരു സ്കൂട്ടറിൻ്റെ പ്രൈസ് വരാൻ പോണേ കേട്ടോ. സ്പീഡ് കുറച്ചും കൂടെ ആവായിരുന്നു. കാര്യം ഇവരുടെ ഇതേ ഒരു സെഗ്മെൻറ്റിൽ നോക്കുവാണെങ്കിൽ ഇത് എല്ലാവർക്കും ഓടിക്കാൻ പറ്റിയ സ്കൂട്ടർ ആക്കാമായിരുന്നു. വേണമെങ്കിൽ കുറച്ച് ഒരു 80 കിലോമീറ്റർ വരെ സ്പീഡ്, അതായത് ഇവരുടെ ചേതക്കിൻ്റെ നോക്കുവാണെങ്കിൽ, ചേതക്ക് മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ചേതക്ക് നമുക്ക് വേണേൽ ആ ഒരു സ്പീഡ് വരെയൊക്കെ കൊണ്ടുപോകായിരുന്നു, ചേതക്കിൻ്റെയൊക്കെ സ്പീഡ്. പക്ഷേ അതിന് അവർ പറയണമെന്ന് വെച്ചാൽ ചേതക്കുണ്ട്. പക്ഷേ കുറച്ചും കൂടെ എൻതൂസിയാസ്റ്റായിട്ട് കുറച്ച് സ്പീഡൊക്കെ വേണമെന്ന് തോന്നുന്ന ചേച്ചിമാരോ അല്ലെങ്കിൽ ബിഗിനേഴ്സൊക്കെ കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ മടുക്കൂലേ. അപ്പോൾ നമുക്ക് ഈ സ്കൂട്ടർ കൊടുത്തിട്ട് വേറെ എടുക്കേണ്ട ഒരു അവസ്ഥയും. കാര്യം നമുക്ക് തോന്നും ഇത് സ്പീഡ് കയറണല്ല. ബിഗിനേഴ്സ് എന്നും ബിഗിനേഴ്സായിരിക്കില്ലല്ലോ. കുറച്ചാൾ ഓടിച്ച് കഴിഞ്ഞാൽ അവരും എക്സ്പേർട്ട് റൈഡേഴ്സ് ആവില്ല, അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആവുമല്ലോ. അപ്പോൾ അവർക്ക് തോന്നും ഈ വണ്ടി അയ്യോ ഇത് പോരായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റണമെന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് അടിപൊളിയാണ്, പിള്ളേർക്ക് ഓടിച്ച് നടക്കാം. അതുകൂടാണ്ട് ഓടിക്കാൻ അറിയില്ലാത്ത പേടിയുള്ള ആൾക്കാർക്കൊക്കെ ഈ വണ്ടി ഈസി ആയിട്ട് ഓടിച്ച് നടക്കാം കേട്ടോ. പഠിക്കാൻ പറ്റും ഈ വണ്ടിയിൽ നല്ല രീതിയിൽ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ വണ്ടീനെ പറ്റി പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. അവിടെ മെസ്സേജ് അവിടെ ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വണ്ടി നമുക്ക് തിരിച്ചു കൊടുക്കാൻ സമയം 10 മണിയായി. റിവ്യൂ നിങ്ങൾ കാണാൻ പോണത് എനിക്ക് തോന്നുന്നു 17-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ റിവ്യൂ ഞാൻ ലൈവ് ആക്കാൻ പോണത്. അന്ന് വരെ എംബാർഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കാണാം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഇത് ഫുൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഇത് ഫുൾ പുത്തൻ ഡിസൈൻ കേട്ടോ. പഴയ ചേതക്കായിട്ട് ഒരു ബന്ധവും മൊത്തം പുത്തനായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് ബജാജിൻ്റെ ആ ഒരു സ്ഥലം. ഇവിടെയായിരുന്നു റൈഡ് പരിപാടി. ഇവിടെയാണ് തന്നെ ചേതക്കൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചേതക്കും പഴയ ചേതക്കും പുതിയ ചേതക്കും കൂടെ ഞാൻ വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ വ്യത്യാസമൊന്ന്. കണ്ടോ, ഇതാണ് ആ ഒരു സിംഗിൾ സൈഡഡ് സിങ്ങാമൊക്കെ വന്ന ചേതക്ക്. ഇതിൻ്റെ സൈസ് വ്യത്യാസം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടോ ചേതക്കിൻ്റെ ഫ്രണ്ടിൽ ആ പോക്കറ്റും. ഇതേതാ 2413, അത് 2.4 കിലോവാട്ടിൻ്റെ ബാറ്ററിയുള്ള വേർഷനാണ്. സൈസ് വ്യത്യാസം കണ്ടോ. അതാണ് ഇലക്ട്രിക് ചേതക്ക്. പക്ഷേ ഇതാണ് ആ പുതിയ കുട്ടി ചേതക്ക് പെറ്റിട്ട പോലെ ഉണ്ട് എന്നാണ് നമുക്ക് പറയാം കേട്ടോ. ഇതാണ് ആ വ്യത്യാസം സൈസിലും കാര്യങ്ങളും. രണ്ടും ഫുൾ മെറ്റൽ ബോഡിയൊക്കെ തന്നെയാണ്. ആ ബാക്കിലത്തെ ഡിസൈൻ ഏകദേശം സെയിം ആണ്, പക്ഷേ പിന്നെയും ചെറുതായി, കുറച്ചും കൂടി ചെറുതാക്കി കളഞ്ഞ വണ്ടി. സ്പീഡ് കൂടുതൽ വേണം അല്ലെങ്കിൽ കൂടുതൽ റേഞ്ച് കൂടുതൽ സ്പീഡൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ ചേതക്കിലേക്ക് പോകാം. അല്ലാത്ത ബിഗിനേഴ്സിനും വുമൺ റൈഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ ചേച്ചിമാർ ജോലിക്ക് പോകാനോ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ചേതക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ച് നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അയ്യോ ഇത് മാറിയാൽ കൊള്ളാം എന്ന് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഉടനെ ഇത് ഷോറൂമിലൊക്കെ വരും. ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് വഴി ഓൺലൈനൊക്കെ ഇത് ബുക്ക് ചെയ്യാം കേട്ടോ. ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ വണ്ടിയുണ്ട്. അതിലൊക്കെ കയറി നിങ്ങൾക്ക് വേണേൽ വണ്ടി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൺ ഞെക്കുക.
അടുത്ത വീഡിയോയിൽ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ആരാണാവോ? കോർണറൊന്നും ചെയ്യാൻ പോരാന്നാ തോന്നണേ.